കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം വർഗീസിനെയും പി.കെ. ബിജുവിനെയും ഇഡി നാളെ ചോദ്യം ചെയ്യും. ഇരുവരെയും കഴിഞ്ഞ ദിവസം ഇഡി ചോദ്യം ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം മരവിപ്പിച്ച ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ ഹാജരാക്കാൻ ആദായനികുതി വകുപ്പും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകുക. ഡാനി, കരുവന്നൂരിൽ കൂടുതൽ പിടിമുറുക്കുകയാണ് ഇഡി. നാളെ രണ്ട് നേതാക്കളെയും ഒരുമിച്ച് ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ടോ? ഒപ്പം ആദായനികുതി വകുപ്പിന്റെ നീക്കവും എങ്ങനെയാണ്? പാർവതി, കരുവന്നൂർ ബാങ്ക് വിഷയത്തിൽ ഇഡി അതോടൊപ്പം തന്നെ ആദായ നികുതി വകുപ്പ് എന്നിവയുടെ ഒരു സംയുക്ത അന്വേഷണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. കാരണം കഴിഞ്ഞ തവണ എം വർഗീസിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടന്നു പോകുമ്പോൾ അതേസമയം തന്നെയാണ് തൃശ്ശൂരിൽ പരിശോധന നടത്തുന്നത്. ആദായ നികുതി വകുപ്പ് തൃശ്ശൂർ CPM-ന്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള അക്കൗണ്ടുകളിലേക്കുള്ളാണ് പരിശോധന നടത്തിയത്. അവിടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുന്നു. ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഒരു അക്കൗണ്ട് അത് മരവിപ്പിക്കുന്ന നടപടികളിലേക്കടക്കം തുടർന്ന് കടക്കുകയും ചെയ്തു. ഇതെല്ലാം ഒരേ സമയത്ത് തന്നെ നടക്കുകയും ചെയ്യുന്നു എന്നതാണ് പ്രത്യേകത. പിന്നീട് ഉദ്യോഗസ്ഥർ കൊച്ചിയിലേക്ക് വരികയും എം വർഗീസിനെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളുണ്ടായി. എം വർഗീസിനെ മൊബൈൽ പിടിച്ചെടുത്തു, അതായത് കസ്റ്റഡിയിലേക്ക് വാങ്ങി പരിശോധനകൾക്കെന്നാണ് പിന്നീട് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് കൊണ്ടുപോകുന്നു, ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നു എന്നതാണ് ഇപ്പോൾ ഉള്ള ഒരു സ്ഥിതിഗതികൾ വെച്ചുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് ഇഡി കടക്കുന്നു എന്നതും അതോടൊപ്പം തന്നെ ആദായ നികുതി വകുപ്പിൻ്റെ സമാനമായ രീതിയിലുള്ള നടപടികളും നേരിടേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് CPM മാറുന്നുണ്ട്. CPM വലിയൊരു പ്രതിരോധത്തിലേക്ക് ഈ ഒരു ഘട്ടത്തിൽ, ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയൊരു പ്രതിരോധത്തിലേക്ക് CPM കരുവന്നൂരിനെ ചൊല്ലി മാറുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇത് രാഷ്ട്രീയ നീക്കം എന്ന രീതിയിൽ CPM പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടിയും അത് വലിയ രീതിയിലേക്ക് തന്നെയാണ് അന്വേഷണം ഏജൻസികൾ കൊണ്ടുപോകുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അക്കൗണ്ടിൽ ഇത്രയും തുക എങ്ങനെ വന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നത് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതും സ്വാഭാവികമാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് പണം പിൻവലിക്കുന്നുണ്ട്. അതെല്ലാം സ്വാഭാവികമായ നടപടികൾ തന്നെയാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ പോലും ഈ കരുവന്നൂർ വിഷയവുമായി അതിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഏജൻസികൾ ഈ അന്വേഷണം ഈ ബാങ്കുമായി നടത്തിയ CPM-ന്റെ ബാങ്ക് അക്കൗണ്ട് സംബന്ധിച്ച് ഇടപാടിനെ ബന്ധിപ്പിക്കുന്നത് എന്നതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എന്തായാലും നാളെ ഈ വിഷയത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് വേണ്ടി P.K. ബിജുവിനോടും അതോടൊപ്പം തന്നെ എം വർഗീസിനോടും ഹാജരാകണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. നേരത്തെ പലതവണ അവർ നോട്ടീസ് നൽകിയിട്ട് എം വർഗീസ് നോട്ടീസ് നൽകിയിരുന്നു. 4 തവണ ഹാജരായിരുന്നു. അതിനിടയിൽ ഒരു തവണ നോട്ടീസ് നൽകിയപ്പോൾ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം നീട്ടിവെക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു കാര്യം, ഈ ഒരു അന്വേഷണം മുറുകുന്ന ഒരു ഘട്ടത്തിൽ നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വളരെ അപ്രതീക്ഷിതമായി തൃശ്ശൂർ സന്ദർശിക്കുകയും ഈ തൃശ്ശൂരിലെ ജില്ലാ നേതാക്കൾ അടക്കമായിട്ട് കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം വന്നിരിക്കുന്ന ഒരു നോട്ടീസിനെയും ഇവർ നിരാകരിച്ചിട്ടില്ല എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അന്വേഷണ ഏജൻസികൾക്ക് മുൻപാകെ എം വർഗീസും അതോടൊപ്പം തന്നെ P.K. ബിജുവും വളരെ കൃത്യമായിട്ട് തന്നെ എത്തുകയും ചെയ്തു. മറ്റ് നോട്ടീസ് നൽകിയവരും തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ എത്തുകയും ചെയ്തു. അതുകൊണ്ട് നാളെയും നോട്ടീസിനോട് പ്രതികരിക്കാൻ തന്നെയാണ് ഒരു സാധ്യതയുള്ളത്. എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് അന്വേഷണ ഏജൻസികൾ കടക്കുന്നു. ഒപ്പം ആദായ നികുതി വകുപ്പിൻ്റെ തുടർ പരിശോധനകൾ തൃശ്ശൂർ ജില്ലയിലെ മറ്റ് അക്കൗണ്ടുകളിൽ ഉണ്ടാകുമോ എന്നതും കൂടി ആണ് ഈ വരും ദിവസങ്ങളിൽ നിരീക്ഷിക്കേണ്ടത്. പാർവതി. ശരി.